അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും മറ്റേ അധികാരം മറിക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷെ അത് വരൂല എന്ന് പറയാൻ കഴിയും എന്നാലും പറയാനുള്ള 6 മാസം തന്നെ ആവശ്യമുണ്ടാവുള്ളൂ. പെരിന്തൽമണ്ണ നഗരസഭയിലെ അധികാര കൈമാറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ കൗൺസിൽ യോഗമാണ് നടന്നത്. കൗൺസിൽ യോഗത്തിലെ പല വിഷയങ്ങളും ചർച്ച ചെയ്തു. അത് പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് നീങ്ങി. അജണ്ടയിലില്ലാത്ത കാര്യങ്ങൾ ഭരണപക്ഷം കൗൺസിൽ യോഗത്തിൽ ചർച്ചയ്ക്കെടുത്തു. അപ്പോൾ അജണ്ടയിലില്ലാത്ത കാര്യങ്ങളെ എടുക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അതിനെ ശക്തിയുക്തം എതിർക്കുകയായിരുന്നു. പിന്നീട് അത് കുറച്ച് ശബ്ദകോലാഹലങ്ങളൊക്കെ ആയി മാറി. പ്രതിപക്ഷ നേതാവെന്ന് ഏറ്റവും സീനിയറായ മൻസൂർ നച്ചീലുണ്ട്, ബാക്കി കൗൺസിലർമാരെല്ലാം ഉണ്ട് പ്രതിപക്ഷത്തെ. മൻസൂർ നച്ചീൽ ആദ്യ കൗൺസിൽ തന്നെ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത് ഇനി വരാൻ പോകുന്ന യോഗങ്ങളെ മുൻകൂട്ടി ഒന്ന് അറിയിക്കലാണോ എല്ലാവരെയും? അല്ല, ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടകൾക്ക് ശേഷം ഒരു സപ്ലിമെൻ്ററി അജണ്ട 9 അജണ്ടകൾ കൊടുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ തവണയല്ലേ, അവിടെ സപ്ലിമെൻ്ററി അജണ്ടകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അംഗീകരിക്കാം, അല്ലാത്ത മാറ്റി വെക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചർച്ച തുടങ്ങിയത്. അപ്പോൾ സപ്ലിമെൻ്ററി അജണ്ടകൾ പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് 7 ദിവസം മുമ്പ് നമുക്ക് അജണ്ട നോട്ടീസ് തരേണ്ടതാണ്. നിയമപരമായിട്ട് അങ്ങനെയാണ് അതിൻ്റെ നിയമം. അപ്പം നിയമങ്ങൾ പാലിക്കാതെയാണ് അജണ്ട. സപ്ലിമെൻ്ററി അജണ്ട ഞങ്ങൾക്ക് ആ സമയത്ത് ആയിരുന്നു. പത്രക്കാർ ചോദിച്ചിട്ട് പോലും, ദൃശ്യമാധ്യമങ്ങളും പത്രക്കാരും മുഴുവൻ അവിടെ ഉണ്ട്, അവർ ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലാണ് ഈ അജണ്ടയിൽ എന്താ കിടക്കുന്നത്, അതെന്താ കൊടുത്താൽ അപ്പോൾ ഒളിയും മറയും ഉണ്ട്. അതിലൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെ നിഗൂഢതകളിലെ മാതിരിയാണ് അജണ്ടകൾ ഓടുന്നത്. എന്നിട്ട് ആ സപ്ലിമെൻ്ററി അജണ്ട 9 കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പേപ്പർ കൊണ്ടുവരാണ്, ഒരു ഗ്രൗണ്ട് അനുവദിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. അതൊക്കെ ശരിക്കും അയക്കാണ്ട് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമവും പാലിക്കാതെയാണ് അത് വന്നിട്ടില്ല. സപ്ലിമെൻ്ററി അജണ്ടയിലും ഇല്ല. ഇന്നത് അജണ്ടയാണോ അതോ മറ്റേ പ്രമേയമാണോ, ഇത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടിനും പറയാം. സെക്രട്ടറിക്ക് പറയാൻ കഴിയുന്നില്ല, അതുപോലെ തന്നെ ചെയർപേഴ്സണും പറയാൻ പറ്റില്ല. ചെയർപേഴ്സൺ ഇന്ന് നിങ്ങൾ പത്രക്കാർ പരിശോധിച്ചാൽ കിട്ടും. നിങ്ങളെ ദൃശ്യമാധ്യമങ്ങളിൽ മുഴുവൻ പരിപാടിയും അതിൽ കാണുന്നുണ്ട്, എടുത്തിട്ടുണ്ട്. ഒരു വാക്ക് ഞങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം. ഒക്കെ നീച്ച് പറയണത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അല്ല, അതെന്താ ഈ ചെയർപേഴ്സൺ നിങ്ങളുടെ വാക്കുകൾക്ക് പ്രതികരണം ചെയർപേഴ്സന്റെ സ്ഥാനത്ത് നിന്ന് ഉണ്ടാകണം? നേരത്തെയുള്ള കൗൺസിൽ യോഗങ്ങളിൽ നേരത്തെ LDF ഭരിക്കുമ്പോഴൊക്കെയും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ചെയർപേഴ്സൺ അങ്ങനെ നിങ്ങളുടെ വാക്കുകൾക്ക് മറുപടി തരുന്നില്ല? അല്ല, അധ്യക്ഷന് സംസാരിക്കാൻ വോയിസ് ഇല്ല, അധ്യക്ഷൻ സംസാരിക്കണില്ല. എന്താ സംഭവം ഇല്ലേ നിങ്ങൾക്ക് തന്നെ പോയി ചോദിക്കാം. കാരണം ആ ഒരു കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി തരില്ല. കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം സെക്രട്ടറി തരുന്നു. സെക്രട്ടറി അല്ല നിയമപരമായിട്ടുള്ള ഉത്തരം തരേണ്ടത്. മറ്റേ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് സെക്രട്ടറി തരേണ്ടത്. സെക്രട്ടറി ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ നടപടിക്രമം പാലിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണല്ലോ സെക്രട്ടറിക്ക് മറുപടി തരാൻ പാടുന്നത്. കൗൺസിലിന് മറുപടി തരേണ്ട, കൗൺസിലേഴ്സിന് മറുപടി തരേണ്ട ആൾ തീർച്ചയായിട്ടും അധ്യക്ഷനാണ്. ആ അധ്യക്ഷൻ ഒരു വാക്ക് പറയുന്നില്ല. കാരണം അത് കഴിഞ്ഞ ഉടനെ നീച്ച് പറയാണ് മറ്റേ മാഷ് പറയുന്നു. അപ്പോൾ സൂപ്പർ ചെയർപേഴ്സണായിട്ട് ആണ് മാഷ് കാണുന്നത്. വൈസ് ചെയർമാൻ എന്തൊക്കെ പറയുന്നു, കാര്യങ്ങളെ പറയണം. മറുപടി തരേണ്ടത് അവരാണ്. ഞങ്ങൾക്ക് മറുപടി തരേണ്ട ആളാരാ? ചെയർപേഴ്സൺ. പിന്നെ മറ്റേ ഭരണപക്ഷമാണെന്നിട്ട് അഹങ്കാരത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റൂല. പറഞ്ഞ കാര്യം തീരുമാനമായിട്ടില്ലെങ്കിൽ വീണ്ടും പറയണം. അതിനാണല്ലോ ജനം ഞങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടത്. പ്രതിപക്ഷമാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പോലെ നമ്മൾ നടക്കും, അല്ലെങ്കിൽ ജനപക്ഷത്തിൻ്റെ പോലെ നടക്കുന്ന നമ്മൾ പറഞ്ഞേ. അപ്പോൾ ഞങ്ങൾ രണ്ടിനും തയ്യാറാണ്. പ്രതിപക്ഷത്തിരിക്കാനും തയ്യാറാണ്, ജനപക്ഷമാവാനും തയ്യാറാണ്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് ജനപക്ഷമായിട്ടാണ് പെരുമാറിയത്. കാരണം ജനങ്ങളെ കൂടെ നിൽക്കുമ്പോൾ വേണം ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിഞ്ഞു പോകണം.
ഒക്കെ നല്ല കൃത്യമായിട്ടുള്ള അജണ്ടയാണെങ്കിൽ ആരെ പേടിക്കണു? മടിയിൽ കനലോൻക്കല്ലേ പേടിയുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങളും പ്രക്ഷുബ്ധാവസ്ഥയും പിന്നെ എന്താ പറയുക അജണ്ടയിലില്ലാത്ത സംഭവങ്ങൾ വരിക, പിന്നെ നേരത്തെ UDFൻ്റെ കൗൺസിലർമാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ചില കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടിവരും, ജീവനം പദ്ധതി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അവരിങ്ങനെ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക മുന്നോട്ട് വയ്ക്കാനുണ്ടായത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ ഒരു പ്രതിഷേധം നിങ്ങൾക്ക് അജണ്ട തരാതെ ആർക്കും തരാതെ ഒരു യോഗത്തിലേക്ക് അവർ വന്നത്? അല്ല, അങ്ങനെ കഴിയണ കേസല്ലല്ലോ. അജണ്ട തരൽ കൗൺസിലിന് അജണ്ട തരേണ്ടത് നിർബന്ധമാണ്. 7 ദിവസം മുമ്പ് തരണം. അത് കിട്ടിയില്ല, കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. അതിന് ശേഷം ഇന്ന് ആ അജണ്ട വായിച്ച് തീർന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അജണ്ട കിട്ടുന്നത്. അപ്പോഴും പത്രക്കാർ കുറിപ്പ് കൊടുത്തു, ചെയർപേഴ്സൺ കുറിപ്പ് കൊടുത്തു പത്രക്കാർക്ക് സപ്ലിമെൻ്റ് അജണ്ട കിട്ടിയില്ല. അതിലുള്ള മറുപടി സെക്രട്ടറിയാണ് കൊടുക്കുന്നത്. സപ്ലിമെൻ്റ് അജണ്ട കൊടുക്കാറില്ല. ഇപ്പോൾ ജബ്ബാർ ഖാനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര കാലമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ പത്രപ്രവർത്തനം നടത്തുന്നു? ഏതെങ്കിലും കാലത്ത് സപ്ലിമെൻ്ററി അജണ്ട അല്ലെങ്കിൽ അജണ്ടൻ്റെ കോപ്പിയോ കിട്ടാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നും ഉണ്ടായില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ അന്വേഷണം അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ അത് കോലപ്പാമ്പാണ്. ഏത് അന്വേഷണം നേരിടാനും ഞങ്ങൾ തയ്യാറാണ്. അതിൽ മടിയിൽ കനലോനെ പേടിക്കേണ്ടതുള്ളൂ. അത് ഞങ്ങൾ സംബന്ധിച്ച് ഒരു പേടിയില്ല. അത് ഒരു CBI അന്വേഷണം കൊടുത്തോട്ടെ, ഞങ്ങൾക്ക് എന്താ പ്രയാസം? ഒരു പേടിയില്ല. പിന്നെ ഇതൊക്കെ പറയുന്ന ആളുകൾ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇന്നത്തോടു കൂടി 1 മാസം 1 ദിവസമായി പുതിയ കൗൺസിൽ വന്നിട്ട് 10 മറ്റേ തെരഞ്ഞെടുത്തതിന് 13-ാം തീയതി തെരഞ്ഞെടുത്തു. ഇന്ന് 14-ാം തീയതിയാണ്. ഒരു മാസം 1 ദിവസം കഴിഞ്ഞു. ഇന്നാണ് വേസ്റ്റ് എടുക്കൽ തുടങ്ങിയത്. അതായത് വീടുകളിലെ വേസ്റ്റുകളൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവൻ അവിടെ കിടക്കുകയാണ്. ഇനി തെളിവുരുവാണെങ്കിൽ ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇട്ട മെസ്സേജ് ഞാൻ കാണിച്ചു തരാം. ഇന്നാണ് എൻ്റെ വാർഡിലടക്കം എടുക്കുന്നത്. അതായത് 2 മാസം കഴിഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ പ്രശ്നം താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് തന്നെ പറഞ്ഞിരുന്നു ഈ പോക്കാണെങ്കിൽ ഇവർ 6 മാസമൊന്നും പോകില്ല എന്ന് പറഞ്ഞ്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ 5 വർഷം ഉണ്ടാവുമെന്ന് അവരും പറയുന്നു. ഇതിപ്പോൾ ഇങ്ങനെ എപ്പോഴും പ്രക്ഷുബ്ധാവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ സംഭവിച്ചേക്കുമോ? അല്ല, അതിലിപ്പോൾ ഇന്ന് നിങ്ങളോടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ കൂടെ സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നത്? ഞങ്ങൾ മാത്രമല്ലല്ലോ, ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നുമില്ലാതെ തന്നെ പല കാര്യങ്ങളിലും അതിൽ ചർച്ച വന്നു. ആ ചർച്ചകളിലൊക്കെ ഭരണപക്ഷ ബെഞ്ചിൽ നിന്നും ആളുകളിൽ നിന്ന് സംസാരിച്ചല്ലോ. അത് കൂടിയാലോചനയും കൂട്ടിപ്പിടുത്തവും അതുപോലെ നിങ്ങൾ പറഞ്ഞ മാതിരി ടീം UDFും അല്ല എന്നതിൻ്റെ ലക്ഷ്യം ഇന്ന് കൗൺസിൽ പങ്കെടുത്ത പത്രക്കാർക്കും ദൃശ്യമാധ്യമങ്ങൾക്കും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാൻ കഴിയും. കാരണം ഇന്ന് അവിടെ യോജിപ്പിലല്ല സംസാരിച്ചേ. അതവിടെ ഉണ്ട്, നിങ്ങൾ ചാനലിലുണ്ടല്ലോ, നിങ്ങൾ എടുത്ത ക്യാമറയിലുണ്ടല്ലോ അതൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുന്നവർക്ക് അറിയാം ഏതുവരെ പോകും എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അധികാരം മറിക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. പക്ഷെ അത് വരൂല എന്ന് പറയാൻ കഴിയും എന്നാലും പറയാനുള്ള 6 മാസം തന്നെ ആവശ്യമുണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ മൻസൂർ റച്ചീൽ അദ്ദേഹം പ്രതിപക്ഷത്തെ സീനിയർ അംഗമാണ്. നമുക്ക് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവാക്കി ഇപ്പോൾ തൽക്കാലം നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് സംബോധന ചെയ്തേക്കാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണെങ്കിൽ പിന്നീട് മുന്നോട്ടുള്ള പോക്കിൽ എങ്ങനെയൊക്കെ ആവുന്ന ഒരു സന്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പിന്നെ 6 മാസത്തിനുള്ളിൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് പറഞ്ഞിരുന്നു എവിടം വരെ പോകുമെന്ന് കാണാം. അതിപ്പോഴും പറയുന്നുണ്ട്, കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കാത്തിരിക്കാം, അല്ലാതെ നമ്മളിപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.